തകർന്നു എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും തകർന്നു. പക്ഷേ സുജിയുടെ അന്ന് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്നെ എൻ്റെ അമ്മയും കൈവിടത്തില്ലെന്ന്. പക്ഷേ കൊട കൊടുക്കാൻ പാടില്ലായിരുന്നല്ലേ? പക്ഷെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല ഇപ്പോഴും. അല്ല, സങ്കടപ്പെടുത്താൻ വേണ്ടിയല്ല ചോദിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിച്ച് 100% മലയാളികളും ഇപ്പോൾ കണി കണ്ടുണരുന്നത് രേണു സുധി എന്നൊരു പേര് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ രേണു സുധിയുടെ വീഡിയോ കണ്ടിട്ടാണ് എല്ലാ മലയാളികളും ഇപ്പോൾ കണി കണ്ടുണരുന്നത്. രാവിലെ നമ്മളൊരു ചായ കുടിക്കുന്നോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പോലെ ആയി മാറിയിരിക്കുവാണ്. രാവിലെ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ രാവിലെ ഉറക്കം എണീച്ച യൂട്യൂബാണെന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്, മൊബൈലാണ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അല്ലെങ്കിൽ മൊബൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കും, രേണു സുധി കുളിക്കാൻ പോയി, രേണു സുധി മുള്ളാൻ പോയി, രേണു സുധി തിന്നാൻ പോയി, കുടിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നതാണ്. കാരണം നമ്മൾ യൂട്യൂബ് ചാനൽ തുറക്കുമ്പോൾ ഇൻ്റർഫേസിൽ വന്ന് കിടക്കുന്നത് രേണുസുധിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. കാരണം അത്രമാത്രം ഒരു പൊതു ശല്യമായി മാറിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ തുറന്നു കഴിഞ്ഞാലുണ്ടോ ഫുള്ള് രേണുസുധി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ ഒരു കണ്ടന്റിന് എടുത്ത് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ വേറെ ഒന്നും കാണുന്നില്ല, രേണുസുധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്ക് വരുന്നത്. ഈ ഒരു 100-200 കൊല്ലം കഴിയുമ്പോഴത്തേക്കും മിക്കവാറും ഇതൊക്കെ പഠിക്കാൻ അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ തലമുറയിൽ ഇവിടെ നമ്മളെ ഒരു ജനറേഷനിൽ സംഭവിച്ച ഈ കാര്യങ്ങൾ ചിലപ്പോൾ പഠിക്കാൻ വരാം. ചിലപ്പം ഇന്ന് ഇങ്ങനെ ഒരു ലേഡി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, കേരളം മൊത്തം ഇളക്കി മറിച്ചൊരു ലേഡി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ ഒരു 200-300 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് വരാതിരിക്കില്ല എന്നും ഇല്ലല്ലോ, ചിലപ്പം വരും. അപ്പം രേണുസുധിയെ പറ്റി പറയുവാണെങ്കിൽ ഇപ്പം നമുക്ക് ഒരു പ്രൈവസി ഉണ്ടായിരുന്നു. കാരണം യൂട്യൂബ് തുറന്ന് രേണുസുധിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ഒക്കെ കാണാൻ നമുക്കൊരു പ്രൈവസി ഉണ്ടായി. കാരണം നമ്മളെ മൊബൈല് നമ്മളെ യൂട്യൂബ് ചാനൽ ഇപ്പം നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്നായാലും നമുക്കത് കാണാമായിരുന്നു. ഇപ്പം ഇത് ഇപ്പം ഫാമിലി എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നുള്ള രീതിയിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് ഫാമിലി ആയിട്ടിരുന്ന് വീടുകളിലിരുന്ന് കുഞ്ഞു പിള്ളേരായിട്ടും അല്ലെങ്കിൽ വയസ്സായിട്ടുള്ള ആൾക്കാരായിട്ടും യങ്ങായിട്ടുള്ള ആൾക്കാരായിട്ടെല്ലാം ഇരുന്നിട്ട് ഫാമിലി ആയിട്ട് ഇനി നമുക്ക് രേണുസുധിയുടെ ഈ കോലാഹലങ്ങളൊക്കെ നമുക്ക് നമ്മളെ ടെലിവിഷൻ ഹോം ചാനലിൽ ഇരുന്ന് കാണാവുന്നതാണ്. കാരണം അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. ഓക്കെ, അപ്പോൾ ഇപ്പം മുമ്പേ കണ്ട ഇൻ്റർവ്യൂ ആരെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം സുധിയുടെ എക്സ് വൈഫ് ആയിരുന്നു അല്ലെങ്കിൽ ആണ് എന്ന് അവകാശപ്പെട്ട് വരുന്നത്. കാരണം സുധി ഇവരെ പറ്റിയിട്ട് എവിടെയും പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. കാരണം ഫ്ലവേഴ്സിൻ്റെ ഫ്ലോറിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഇൻ്റർവ്യൂസിലായിക്കോട്ടെ അവിടെ രേണുവിനെ മാത്രമേ പരിചയപ്പെടുത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഒരാളെ പരിചയപ്പെടുത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം എക്സ് വൈഫ് ആയിരുന്നു എന്ന് അവകാശപ്പെടുന്ന ഇവരിപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അത് എന്തിനാണ് എന്ന് ഞാൻ ലാസ്റ്റ് പറയാം. കാരണം എൻ്റെ ഒരു അഭിപ്രായമാണ്, എൻ്റെ ഒരു സംശയമാണ്, എൻ്റെ ഒരു ഊഹമാണ്. ഓക്കെ, അപ്പം ഇവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇൻ്റർവ്യൂവിൽ. അപ്പം 1-2 ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവരെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കണക്റ്റിംഗ് മീഡിയ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ ഇവരൊരു ഇൻ്റർവ്യൂ വന്നു. അത് കഴിഞ്ഞിട്ട് ഓൺലൈൻ മലയാളി സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ കൂടെ വീണ്ടും ഇവരൊരു ഇൻ്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ഈ സുധിയെ പറ്റിയിട്ടും ഈ രേണുസുധിയെ പറ്റിയിട്ടുമുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. കൂടുതലും സംസാരിക്കുന്നത് അന്ന് സുധിയുമായിട്ട് ഉള്ള കാര്യങ്ങളും ഇവരെ ലൈഫ് എങ്ങനെ തകരുന്നു, സുധി എങ്ങനെ രേണുവിൻ്റെ കൂടെ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഇൻ്റർവ്യൂസിലൊക്കെ മെയിനായിട്ട് ഇവർ സംസാരിക്കുന്നത്. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോയി കാണുക. കാരണം നമ്മളിവിടുന്ന് പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ ഞാൻ ഒരു 1-2 ക്ലിപ്പ് ഞാൻ എടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു 1-2 ഭാഗങ്ങൾ. അപ്പോൾ അതിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നല്ല പക്വതയോടുകൂടിയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നതും അതുപോലെ സുധിയോട് നല്ല ആത്മാർത്ഥമായിട്ട് സ്നേഹം ഉണ്ടെന്നുള്ളൊരു നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. നല്ല ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം അവർക്ക് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കാം. എന്തായാലും ഒരു ചെറിയൊരു ക്ലിപ്പും കൂടെ ഞാൻ ഇവിടെ കാണിക്കാം. എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഇൻ്റർവ്യൂ കാണണമെന്നുണ്ടെങ്കിൽ
ഈ ഒരു ചാനലിൽ പോയി കണ്ടാൽ മതി. ഞാൻ പറഞ്ഞ ചാനലിൽ അത് 2 ചാനലിലും കിടപ്പുണ്ട്. കണക്റ്റീവ് മീഡിയയിലും കിടപ്പുണ്ട്, ഓൺലൈൻ മലയാളി സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിലും കിടപ്പുണ്ട്. അപ്പം ഈ 2 ചാനലിലും നിങ്ങൾക്ക് ഫുൾ ഇൻ്റർവ്യൂ കാണാവുന്നതാണ്. അപ്പം അതിനൊരു പ്രധാനപ്പെട്ടൊരു ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ വെക്കാം. സുധിച്ചേട്ടനെ യൂസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പല വാക്കുകളും ഉപയോഗിക്കുന്നത് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്പ്രേ ഉണ്ടാക്കുന്നു, ഇതൊക്കെ കാണുമ്പോൾ എന്താ ശരിക്കും തോന്നുന്നത്? നിങ്ങൾ കാണുന്നുണ്ടാവില്ല, ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ സ്പ്രേ ഉണ്ടാക്കുന്നു, ആ വിഷയങ്ങളൊക്കെ കാണുമ്പോൾ എന്താ തോന്നിയിട്ടുള്ളത്? പുച്ഛം, അതാണ് തോന്നുന്നത്. ഇപ്പോൾ റീസെന്റ് ഉണ്ടായ മറ്റൊരു വിവാദമാണ് ഇപ്പോൾ കിച്ചുവിനും ഋതുവിനും അവർക്ക് രണ്ടുപേർക്കും ഋതപ്പിന് വേണ്ടിയിട്ട് ഒരു വീട് പണിയുന്നു. ആ വീടിനെ തന്നെയുള്ള ഭയങ്കര വിവാദങ്ങൾ ഉണ്ടാകുന്നു, ചോർച്ചയാണെന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞിട്ട് അനാഥരായ 2 കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു വീട് പണിത് തുറക്കുന്നതിൽ ഇത്ര വിവാദമാക്കിയപ്പോൾ ഇതൊക്കെ താങ്കൾ കണ്ടിട്ടുണ്ടാവില്ല, സോഷ്യൽ മീഡിയയിലുള്ള ആളാണ്, ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? അവരുടെ വിധി. അമ്മ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഇമോഷണൽ ആയി പോയി. നിന്റെയൊക്കെ വാശിയാണ്, നീ എൻ്റെ മോൻ ഇങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ മോൻ എൻ്റെ അടുത്ത് കണ്ടേനെ. ശരിയാണ്, ഉറപ്പായിട്ട് എൻ്റെ കൂടെ സുചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇപ്പൊ ചിലപ്പോൾ മരിക്കുമായിരിക്കും, നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓരോരുത്തർക്ക് ഓരോ സാഹചര്യമാണല്ലോ, സമയമുണ്ടല്ലോ. പക്ഷെ എന്നാലും അമ്മയ്ക്ക് അത്ര. ഈ ഒരു ഇന്റർവ്യൂ ഫുള്ള് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവർ നല്ല പക്വതയുള്ളൊരു ലേഡിയാണ്. അതുപോലെ സുധിയോട് നല്ല ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കാം. നല്ല രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നതും. കാരണം ഇപ്പം നമ്മൾ രേണു സുധിയുടെ കേസ് കെട്ടിലാണെങ്കിൽ ഒരുപാട് ഇൻ്റർവ്യൂസ്, എനിക്ക് തോന്നുന്നു ഇത്രയും കേരളത്തിൽ ഈ ഒരു മാസം ഒരു 100 ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടുള്ള ഒരു വ്യക്തി വേറെ ആരും കാണത്തില്ല. കാരണം ആ രീതിയിലാണ്. എനിക്കൊന്ന് ഷൈൻ ടോം ചാക്കോ വരെ ഇത്രയും ഇൻ്റർവ്യൂ ഒന്നും എടുത്ത് കാണത്തില്ല. ഒരു സമയത്തൊക്കെ ഭയങ്കര ഇൻ്റർവ്യൂ ആയിരുന്നു. ഇപ്പം ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ ഈ ഓടി നടന്ന ഇൻ്റർവ്യൂ ആയിരുന്നു. ഇപ്പോൾ ഈ രേണു സുധി, അത് കഴിഞ്ഞിട്ട് രേണു സുധിയാണ് ഇപ്പം ഓടി നടന്ന് ഇൻ്റർവ്യൂ എടുക്കുന്നത്. അപ്പം ഒരു മാസം ഒരു 100 ഇൻ്റർവ്യൂ പുറത്ത് ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിലെല്ലാം വന്നിരുന്നിട്ട് ഈ സുധീനെ പറ്റിയിട്ട് സംസാരിക്കുന്ന സമയത്ത് പോലും ഞാൻ ഈ രേണു എന്ന് പറഞ്ഞ ആള് കാരണം കണ്ണ് നിറയുന്നയോ അല്ലെങ്കിൽ സുധിയുടെ ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കുന്ന സമയത്തൊന്ന് ഇതാവുകയോ അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കൂളായിട്ടാണ്, ഭയങ്കര കൂളായിട്ടാണ് ഒരു ഇൻ്റർവ്യൂവിലെല്ലാം സുധിയെ പറ്റിയിട്ട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇത് വേറെ ആർക്കെങ്കിലും ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതും കമൻറ്റ് ചെയ്യുക. പക്ഷെ നേരെ മറിച്ച് ഇവര് സുധിയെ പറ്റിയിട്ട് പറയുന്ന സമയത്തെല്ലാം വികാരം കൊണ്ട് കണ്ണ് നിറയുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷെ ഇവർക്ക് നല്ല ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ട്. അത് ഒരു സത്യമാണ്, കാരണം സത്യമായിട്ടുള്ള കാര്യമാണ്. ഇവരെ വീഡിയോ കണ്ടിട്ടുള്ള ഇവരെ ഈ 2 ഇൻ്റർവ്യൂ കണ്ടിട്ടുള്ള ആൾക്കാർക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം രേണുവിന് ഇല്ലാത്തൊരു സ്നേഹം ഇവർക്കുണ്ട്. കാരണം രേണു ഭയങ്കര കൂളായിട്ടാണ് സംസാരിക്കുന്നത്. അതുമാത്രമല്ല, പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണുവിന് സ്നേഹമില്ലെന്ന് പറയുന്നതിൻ്റെ, അല്ലെങ്കിൽ സുധിയോട് ഒരു ആത്മാർത്ഥതയും ഒന്നും ഇല്ലെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സുധിയുടെ 2ാം ആണ്ടിൻ്റെ ഒരു സമയത്തുണ്ടല്ലോ, ഒരു ക്ലിപ്പ് ഞാൻ കണ്ടതാണ്, ജസ്റ്റ് ഒന്ന് കണ്ടതാണ്. അതിനെ പറ്റിയിട്ട് പിന്നെ ഞാൻ ഒരു ചാനലിലും കണ്ടതൊന്നുമില്ല പറയുന്നത്. ആ സമയത്ത് അലിൻജോസ് പെരേര എന്നൊരു പ്രാന്തനുണ്ടല്ലോ, അവനെ കൊണ്ടുവന്നിട്ട് ആട്ടവും പാട്ടും ഡാൻസും കളിയായിരുന്നു. ഇതിനെ പറ്റിയിട്ട് ഈ രേണു സുധിക്ക് വീട് വെച്ചു, അല്ല സുധിയുടെ 2 മക്കൾക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ട് വസ്തു കൊടുത്ത അച്ഛനുണ്ടല്ലോ നോബിൾ, പുള്ളി വരെ സംസാരിക്കുന്നുണ്ട്, ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അവിടെ നടന്ന തോന്നിവാസത്തിന് എൻ്റെ റിലേറ്റീവ്സ് ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ അവിടെ പോയി ചെവുക്കല്ലടിച്ച് പൊട്ടിച്ചേനെന്ന് ഈ അച്ഛൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് അന്ന് അവിടെ നടന്നത്. കാരണം ഒരു പ്രാന്തനെ വിളിച്ചുകൊണ്ടൊന്ന് ഡാൻസ് കളിക്കുക, അവിടെ മാറി നിന്നിട്ട് കൈ കൊട്ടി ആസ്വദിക്കുക. കാരണം ഒരാളോടൊരു സ്നേഹം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യത്തില്ല. അയാളെ ഇപ്പം വിവാഹ വാർഷികമോ മറ്റൊന്നും അല്ലല്ലോ, ഒരാണ്ടല്ലേ, 2ാം വർഷത്തെ ഡെത്ത് ആനിവേഴ്സറിയുടെ അന്നാണ് സംഭവിക്കുന്നത്. അപ്പം അതിലൂടെ എനിക്ക് മനസ്സിലായത് രേണുവിന് ഒരു ആത്മാർത്ഥതയും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇവർക്ക് അതുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നുള്ളത് ഇവരെ ഇന്റർവ്യൂവിലൂടെ തന്നെ, ഇവരെ സംസാരത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 1-2 ഇൻ്റർവ്യൂ കൊടുത്ത് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇവർക്ക് നല്ലത്. കാരണം ഈ പറഞ്ഞ ഇവർക്കും ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആളാണ്. അതല്ല, ഇനി ഒരുപാട് ഇൻ്റർവ്യൂസ് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇവർ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഇൻ്റർവ്യൂസ് ചെയ്യാനായിട്ട് പോകും. കാരണം അവിടെ ഇവിടെയും ചെന്ന് തലവെച്ച് കൊടുക്കാതെ ഈ 2 ഇൻ്റർവ്യൂ കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം അത് അവർക്ക് ഗുണം ചെയ്യും. അല്ലെങ്കിൽ വീണ്ടും അവർക്ക് ദോഷം ചെയ്യത്തേ ഉള്ളൂ. കാരണം ഓവറായി കഴിയുമ്പോൾ ആൾക്കാർ നേരെ തിരിയും. അതാണ് നമ്മളെ മലയാളികൾ ഒരു അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊക്കിക്കൊണ്ട് നടക്കുകയും ചെയ്യും, അതുപോലെ നേരെ താഴോട്ട് കൊണ്ടിടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ഗതി വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. കാരണം ഈ 2-3 ഇൻ്റർവ്യൂ ഉണ്ട്, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. കാരണം നിങ്ങളെ സൈഡ് എന്താണെന്ന് വ്യക്തമായി ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഓവറായിട്ട് ഇൻ്റർവ്യൂ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ആൾക്കാർ പിടിച്ച് മേലെ ഏറി കയറ്റിക്കൊണ്ട് പോകും. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം
രേണു സുധീൻ്റെ കേസ് കേട്ട് തന്നെ എടുത്തു നോക്കാം. കാരണം ഇപ്പം സുധി മരിച്ചതിന് ശേഷം എങ്ങനെയെങ്കിലും ആരോ പറഞ്ഞു കൊടുത്തതായിരിക്കും, എങ്ങനെയെങ്കിലും ഈ ഓൺലൈൻ മീഡിയാസിൻ്റെ മുമ്പിൽ വന്ന് കുറേ കോലാഹലങ്ങളും കുറേ അതും ഇതെല്ലാം കാണിച്ച് റീച്ച് ഉണ്ടാക്കി ബിഗ് ബോസിൽ പോകുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നിപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ബിഗ് ബോസിലേക്ക് എടുക്കുന്നതും ബിഗ് ബോസിന് വേണ്ടുന്നതും. നാട്ടിൽ ഇങ്ങനെ ചുമ്മാ റിലേ ഇല്ലാതെ നടക്കുന്ന ആൾക്കാരെയും കോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ് ബിഗ് ബോസിന് വേണ്ടുന്നത്. അതാണ് ജനങ്ങൾക്ക് കാണാൻ താല്പര്യപ്പെടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. ബിഗ് ബോസിൽ അവർ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും, എന്തായിരിക്കും പ്രശ്നം, അടിയുണ്ടാവും ഇടിയുണ്ടാവും എന്നുള്ളൊരു ചിന്താഗതി മലയാളികൾക്കുണ്ട്. അപ്പോൾ അത് കാണാൻ മലയാളികളും വെയിറ്റിംഗ് ആണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയാണ് ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പം ഈ രേണു സുധി ബിഗ് ബോസിലോട്ട് പോകുന്നുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ രേണു സുധി ബിഗ് ബോസിലോട്ട് പോകുന്നുണ്ട്, കൺഫേം ആണ്. അപ്പം ഈ രേണു സുധി ബിഗ് ബോസിലോട്ട് പോകുന്നുണ്ടല്ലോ, അപ്പം രേണു സുധി ഇപ്പം എന്തായാലും സുധിയുടെ പേരും പറഞ്ഞ് റീച്ചായി, അങ്ങനെ കുറേ ഇങ്ങനെയൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മാത്രമാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഈ രേണു സുധിക്ക് തുറന്നു കിട്ടിയത്. അപ്പം അതൊക്കെ വെച്ചിട്ട് അപ്പം അവരും വിചാരിച്ച് ഈ വീണയെന്ന് പറഞ്ഞാൽ ചിലപ്പം വിചാരിച്ച് കാണുമായിരിക്കും. കാരണം ഞാനും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. കാരണം ഇപ്പം പറ്റിയൊരു സമയമാണ്. ഇപ്പം രേണുവിൻ്റെ കൂടെ ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും ഒന്ന് റീച്ച് ആവാം, അല്ലെങ്കിൽ എനിക്കും ഒന്ന് പബ്ലിസിറ്റി നേടാം എന്ന് വിചാരിച്ചായിരിക്കും ഇപ്പം ഇങ്ങനൊരു കാര്യങ്ങൾ കൊണ്ടുവന്നത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇപ്പം പറഞ്ഞ ഈ വീണയെ പറ്റിയിട്ട് കൊല്ലം സുധി ഒരു ചാനലിലും സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരാളുണ്ടായിരുന്നോ അവിടെ എല്ലാം ഈ രേണുവിനെ പൊക്കി പറയുന്ന മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്ന് പറഞ്ഞ് രേണു നല്ല കുട്ടിയാണെന്നല്ല, രേണുവിൻ്റെ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ ഞാൻ ഇപ്പം ഇവർ ഈ രംഗത്ത് വന്നുകൊണ്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്. അവർക്ക് സുധിയോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ട്. എന്നിരുന്നാൽ തന്നെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത വന്നുകൂടുന്നില്ലല്ലോ. ഇപ്പം എന്തായാലും സുധി മരിച്ചുപോയി. ഇപ്പം സുധിയുടെ പേരും പറഞ്ഞ് രേണു സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്കും ഒന്ന് ഗ്ലച്ച് പിടിക്കുക എന്നുള്ളൊരു ചിന്തയിലായിരിക്കും ചിലപ്പോൾ അവർ വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ഇപ്പം രേണു ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ്, ഇനിയിപ്പം ബിഗ് ബോസ് തുടങ്ങാൻ ഓഗസ്റ്റ് 3-നാണ് ബിഗ് ബോസ് തുടങ്ങുന്നത്. അപ്പം ബിഗ് ബോസ് തുടങ്ങാൻ ഇനി അധികം ആഴ്ചകളില്ല. അപ്പോൾ പോകുന്നതിന് മുമ്പ് ആയാലും ഇവർക്കെതിരെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു വൈൽഡ് കാർഡായിട്ട് ഇവരെ ബിഗ് ബോസിലോട്ട് കൊണ്ടുപോകുമെന്ന് 100% നമുക്ക് ഉറപ്പിക്കാം. കാരണം രേണു എന്തായാലും ബിഗ് ബോസിൽ കയറി കഴിഞ്ഞാൽ ഔട്ടാവത്തില്ല. ജനങ്ങൾ ഔട്ടാക്കിയാൽ തന്നെ ബിഗ് ബോസ് ടീം രേണുവിനെ എടുത്ത് വെളിയിൽ കളയത്തില്ല. കാരണം എത്രത്തോളം TRP കൂട്ടാവോ അത്രത്തോളം TRP കൂട്ടി ഒരു 98 ദിവസം വരെയെങ്കിലും രേണുവിനെ കൊണ്ടുപോകും. കാരണം അതൊരു ബിസിനസ് മൈൻഡാണ്. ഈ പറഞ്ഞിട്ടുള്ളൊരു റീച്ചിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് അവിടെ ചെയ്യുന്നത് അവർ. പക്ഷേ രേണു കപ്പടിക്കത്തില്ല. പക്ഷേ രേണു ഫൈനൽ വരെ എത്തും. ബിഗ് ബോസിൽ രേണു കൺഫേം ആണ്. അതൊക്കെ ഞാൻ പറയാം, വരുന്ന ഭാഗത്ത് ഞാൻ പറയാം. അത് ഫാദർ നോബിൾ തന്നെ പറയുന്നുണ്ട്. ബിഗ് ബോസിൽ രേണു സുധി കൺഫേം ആണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. അപ്പം ബിഗ് ബോസ് രേണുവിനെ അവസാനം വരെ കൊണ്ടുപോവുകയും TRP കൂട്ടി പൈസ ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കി കൊണ്ടുപോവുകയും അവസാനം എടുത്ത് വെളിയിൽ കളയുകയും ചെയ്യും. ചുരുട്ടി കൂട്ടി എടുത്ത് വെളിയിൽ കളയും. അതാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. പക്ഷേ രേണു സുധി ഔട്ടാവത്തില്ല. കാരണം രേണു സുധി അവിടെ കയറി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി കാണും, എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത്, ഇന്ന ആളുണ്ടെങ്കിൽ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും എന്നൊക്കെ ജനങ്ങൾക്ക് തോന്നും. അങ്ങനെ രേണു സുധീനെ അവിടെ പിടിച്ചു നിർത്തുകയും ജനങ്ങൾ ഇനി ഹേറ്റേഴ്സ് ആണെങ്കിൽ പോലും വോട്ട് കൊടുത്ത് അവിടെ നിർത്തും. പക്ഷെ കപ്പടിക്കത്തില്ല കേട്ടോ, കപ്പടിക്കത്തില്ല. അപ്പം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇപ്പം രേണു സുധി ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഈ വീണ എന്ന് പറഞ്ഞ സ്ത്രീ തുടങ്ങി വെക്കുകയാണെങ്കിൽ അവർക്ക് ഒരു മുതൽക്കൂട്ടാണ് എന്ന് നല്ല രീതിയിൽ അവർക്ക് മനസ്സിലായി കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിൽ ഒരു റൗണ്ട് ഉണ്ടല്ലോ, ഫാമിലി റൗണ്ട്, ആ റൗണ്ട് ഈ റൗണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ റൗണ്ട് ഉണ്ടല്ലോ, അവരെ കഥകളൊക്കെ പറയുക. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് വെളിയിലാണെങ്കിൽ ഭയങ്കര ചർച്ച നടക്കും. അപ്പം ഇവരെ തേടി ഇൻ്റർവ്യൂസ് എടുക്കാനായിട്ട് ഓരോ ചാനലുകാർ പോവും. അങ്ങനെ അവിടെ ഭയങ്കര വിഷയങ്ങളാവും. അപ്പം ബിഗ് ബോസ് ടീം എന്തെന്നറിയോ, ഇവരൊരു വൈൽഡ് കാർഡ് ഇന്ത്യയിലോട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയെന്നും എനിക്ക് തോന്നുന്നുണ്ട്. ഇത് എൻ്റെ ഒരു വീക്ഷണം, എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്കും ഇത് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. കാരണം ബിഗ് ബോസിലേക്ക് ചെന്ന് കഴിയുമ്പോൾ എന്തായാലും ഇവിടെ കോലാഹലമായിരിക്കും. രേണുവിൻ്റെ പേരും പറഞ്ഞ് ആടിയും ഇടിയൊക്കെ ആയിരിക്കും.
കേരളം കത്തും, അതിൽ വേറൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, ഇനി ഫാദർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഫാദറിൻ്റെ ഒരു ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, അതിനകത്ത് ഫാദർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. സ്ഥലം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ വില അനുസരിച്ച് എങ്ങനെയാണെന്നൊരു 28 ലക്ഷം രൂപ. ആ വീട് പണിത് തീർന്നപ്പോൾ 25 ലക്ഷം രൂപ ഫർണിഷ് ചെയ്തപ്പോൾ ഒരു 50 ലക്ഷത്തിന് മുകളിലുള്ള തുക ആ 2 കുഞ്ഞുങ്ങൾക്ക് സന്തോഷത്തോടെ ഇവിടെ എല്ലാവരും ചേർന്ന് ചെയ്തേക്കുക. ഇപ്പോൾ അവർ ഓൺലൈൻ മീഡിയയിൽ വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിൽ അവർ ഇന്റർവ്യൂ കൊടുത്തു. അവരവിടുന്ന് മാറി വാടകയ്ക്ക് പോകാൻ. എന്തായാലും ബിഗ് ബോസിലേക്ക് പോയി കഴിയുമ്പോൾ ഇനി അവരുടെ സ്റ്റാൻഡേർഡും സ്റ്റാറ്റസും എല്ലാം എന്ത് ചെയ്യും, ചേഞ്ച് ആകും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് എറണാകുളം ബേസ് ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ ആൾക്കാർ താമസിക്കുന്ന ഇടത്തിലേക്ക് അവർക്ക് മാറേണ്ടതായിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അവരിപ്പോഴേ അതിനൊരു തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇവിടുന്ന് മാറണമെന്നുള്ളൊരു തീരുമാനം ഉണ്ടാക്കി ഇതിന് പിൻപിൽ നിന്ന് എല്ലാവരെയും കരിവാരി പുരട്ടിയ ഒരു നാടകം, സ്ക്രിപ്റ്റഡ് നാടകമാണെന്നേ പറഞ്ഞു. ഇത് വൺ ഇന്ത്യ യൂട്യൂബ് ചാനലിന് ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ ഫാദർ പറയുന്ന കാര്യങ്ങളാണ്. ഈ ഫാദർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണ് കേട്ടോ. കാരണം ഇപ്പോഴും ഈ അടുത്ത സമയത്തൊരു ഇൻ്റർവ്യൂവിലും രേണുസുതി ഈ ഫാദറിനെ പറ്റിയിട്ട് കുറ്റം പറയുന്നുണ്ട്. ഇനി ഈ ഫാദറിനെ പറ്റിയിട്ട് അയാളെ പറ്റിയിട്ട് സംസാരിക്കാനാണ് എനിക്ക് ഒരുപാടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണല്ലോ അതൊക്കെ വെളിപ്പെടുത്തിയാൽ കൊള്ളാമായിരുന്നു, കാരണം നമുക്കൊന്ന് കേൾക്കാമായിരുന്നല്ലോ. അപ്പം ഈ ഫാദർ പറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം എളിമ, വിനയം, ഈ ഗുരുത്വം എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ഇൻ്റർവ്യൂ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ചെറിയൊരു പാട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പം സത്യത്തിൽ ഫാദർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കാൻ ഈ രേണുസുതി ഒരിക്കലും അർഹതപ്പെട്ട ഒരാളല്ല എന്നാണ് പറയുന്നത്. അതുപോലെ ജനങ്ങളെ പറ്റിച്ച് കോമാളികളാക്കിയിട്ട് അവിടെ ഇവിടെ ഓടി നടന്ന് ഇൻ്റർവ്യൂ കൊടുത്ത് വീട് കൊടുത്ത ആളെയും അതുപോലെ വസ്തു നൽകിയ ആളെയെല്ലാം വീട്ടിന് സഹായിച്ച ആൾക്കാരെ എല്ലാം അപമാനപ്പെടുത്തുന്ന രീതിയിൽ കുറ്റപ്പെടുത്തി ഇൻ്റർവ്യൂ എടുത്തും പൈസ ഉണ്ടാക്കിയും ഇവരിങ്ങനെ ഒരു കോമാളിത്തരം കാണിച്ചത് ബിഗ് ബോസിലോട്ട് പോകാൻ വേണ്ടി തന്നെയാണെന്നാണ് ഈ അച്ഛൻ പറയുന്നത്. പക്ഷെ അതുപോലെ തന്നെ അവരെ ആഗ്രഹം സാധിച്ചു. പക്ഷേ അപ്പോഴേ ഈ ഫാദർ പറയുന്നുണ്ടെന്നറിയോ, ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി വഞ്ചിച്ചും ഈ പറഞ്ഞ ആൾക്കാരെ എല്ലാം അപമാനിച്ചിട്ടും സഹായിച്ച ആൾക്കാരെല്ലാം അപമാനിച്ചിട്ടും ഇനി എവിടെ പോയാലും അവർ ഗതി പിടിക്കത്തില്ലെന്നാണ് പറയുന്നത്. കാരണം അവർക്കൊരു ഉയർച്ച ഉണ്ടാകത്തില്ലെന്നാണ് ഈ ഫാദർ പറയുന്നത്. എന്തായാലും നല്ലൊരു ഇൻ്റർവ്യൂ ആണ്. ഈ ഫാദർ പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ അവർക്ക് മാത്രമല്ല നമ്മളെ ലൈഫിലും അത് നമുക്കൂടെ ഉപകാരപ്പെടും. എന്തായാലും അത് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് വൺ ഇന്ത്യൻ യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഈ ഇൻ്റർവ്യൂ കാണുക. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞുണ്ട്, ശരിയാണ്, ഈ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആ വീടൊന്നും അവർക്ക് വേണ്ടി വരത്തില്ല. കാരണം ഫ്ലാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു അടവായിരുന്നു. അതൊന്നും ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്കച്ചനും മോളും കൂടെ ചേർന്നിട്ടുള്ളൊരു നാടകമാണ് അവിടെ കാണിച്ചു കൂട്ടിയത്. കാരണം ബിഗ് ബോസിലോട്ട് പോകുന്നതിന് മുമ്പേ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ ചർച്ചയാക്കുക, വീട് ചോർന്നൊലിക്കുന്നു അങ്ങനെ ഒലിക്കുന്നു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് വെച്ച് പിടിച്ചിട്ട് ജയിപ്പിച്ച് വിടും, ഫ്ലാറ്റ് മേടിച്ച് കൊടുക്കും എന്നുള്ളൊരു ധാരണയിലാണ് അത് കൊണ്ടുവന്നത്. അങ്ങനെ ഒരു വീഡിയോ, അങ്ങനെ ഒരു നാടകം ഇവർ കളിച്ചത്. പക്ഷേ ജനങ്ങൾ മണ്ടന്മാരല്ല എന്ന്, അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരാണെന്ന് ജനങ്ങൾ തെളിയിച്ചു. കാരണം ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കാന്നേ ഉള്ളൂ. കാരണം ഇവർ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് കുറേ നാടകങ്ങളൊക്കെ ഇറക്കിയിട്ട് വീട് കൊള്ളത്തില്ല, മോശം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ ചെന്ന് എനിക്കൊന്നൊരു ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കൊക്കെ ഭയങ്കര നാടകം കാണിക്കും. അത് കഴിഞ്ഞിട്ട് സെൻറ്റിമെൻറ്റ്സിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ആളുകൾ ഉറപ്പായിട്ടും ഇവരെ സപ്പോർട്ട് ചെയ്യും. ഇവർക്ക് വീടില്ല, വീടൊക്കെ ചോർന്നൊലിക്കുന്നു, വീട് കൊടുത്ത ആൾക്കാരും വസ്തു കൊടുത്ത ആൾക്കാരും മോശക്കാരാണ് എന്ന് ചിത്രീകരിച്ചിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു ധാരണയിലാണ് നിന്നിരുന്നത്. പക്ഷേ ഇനി ഒരിക്കലും ജനങ്ങൾ സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷേ ഇവർ മാനം മര്യാദയ്ക്ക് അടങ്ങി നിന്നിരുന്നെങ്കിൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തേനെ. പക്ഷേ ഇവരെ റിയൽ ഫേസ് ഇപ്പം വെളിയിൽ വന്നുകൊണ്ട് ഒരു കാരണവശാലും ഇനി ജനങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. ബിഗ് ബോസിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 98 ദിവസം ഇവരെ പിടിച്ച് നിർത്തും. ബിഗ് ബോസ് ടീമിന് ഇവരെ ആവശ്യമാണ്. കാരണം റീച്ച് TRP കൂട്ടണമെങ്കിൽ ഇവർ വേണം. അപ്പം അതുവരെ പിടിച്ചിരുത്തും. പക്ഷേ കപ്പ് ഇവർ കൊടുക്കത്തില്ല. അതിൽ 100% ഞാൻ പറയുവാണ്. നിങ്ങൾ ഓർത്ത് വെച്ചോ, എൻ്റെ ഈ വീഡിയോ ബിഗ് ബോസ് കഴിയുന്ന സമയത്ത് നിങ്ങൾ ഓർത്ത് വെച്ചോ, ഞാൻ ഈ പറഞ്ഞത് കപ്പ് രേണുസുതിക്ക് കിട്ടത്തില്ല, വേറെ ആൾക്ക് കൊടുക്കൂ, വേറെ ആളെ അത് കൊണ്ടുപോകും. രേണുസുതിയെ റീച്ചിന് വേണ്ടിയിട്ടും TRPക്ക് വേണ്ടിയിട്ട് അവിടെ പിടിച്ചിരുത്തും, ജനങ്ങളും പിടിച്ചിരുത്തും. കാരണം രേണുസുതിയോട് ഹേറ്റേഴ്സ് ഉള്ള ആൾക്കാർ വരെ രേണുസുതിക്ക് വോട്ട് കൊടുത്ത് അവിടെ നിലനിർത്തും, ലാസ്റ്റ് അടിച്ച് താഴെ ഇടും. അപ്പം ഈ അച്ഛൻ പറയുന്ന കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ വിട്ടുപോയി. കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി എറണാകുളത്ത് പോയി താമസിക്കാം എന്നുള്ളൊരു ധാരണയിലേക്ക് ആയിരിക്കും ഈ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് തന്നെ ആയിരിക്കും. ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു.
ഓക്കെ, അതാണ് ഇപ്പം ഈ കുറേ നാടകങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത്, ഈ ഗോമാളിത്തരങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. എന്തായാലും ബിഗ് ബോസ് കൺഫേം ആണ്. ഓഗസ്റ്റ് 3-ാം തീയതി ഫസ്റ്റ് ഡേ തന്നെ രേണു സുധി എൻട്രി ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, എന്തായാലും ഞാൻ ബിഗ് ബോസ് വിശേഷങ്ങളൊക്കെ, എന്തായാലും രേണു സുധി അങ്ങോട്ട് പോകണമല്ലോ, അപ്പം നമുക്കും അങ്ങോട്ട് പോയാൽ വലിയ പറ്റും. അപ്പം എന്തായാലും ബിഗ് ബോസ് വിശേഷങ്ങൾ കൂടി, ബിഗ് ബോസ് റിയാക്ഷൻ കൂടി ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇനി ഈ വീട് മതിൽ പണിഞ്ഞു കൊടുത്ത മറുനാടനും ഇട്ടൊരു താങ്ങിയായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ രേണുസുധിയുടെ യൂട്യൂബ് ചാനലിനകത്ത് മതിലിനെ പറ്റിയിട്ടൊക്കെ കുറേ വിമർശിക്കുന്നുണ്ടും, അതുപോലെ രേണുസുധിയുടെ അച്ഛൻ സാജൻ സക്കറിയെ ഒരുപാട് എന്തോ നികൃഷ്ട ജീവി എന്ന്, നികൃഷ്ട മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നു. മതിൽ കെട്ടിക്കൊടുത്ത് ഇതിലും നല്ലത് മതിൽ കെട്ടിത്തരാതിരിക്കുന്നതായിരുന്നു നല്ലതെന്ന്, ഇതൊക്കെ പൊളിഞ്ഞ് തലയിൽ വീഴും എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായി, കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ട്, ഉറപ്പായിട്ട് പോയി കാണുക. സാജൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വീടിൻ്റെ പ്രശ്നം നടക്കുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മറുപടിയാണ് ഇപ്പോൾ ഇവർ രേണു സുധി അച്ഛനും കൊടുത്തത്. ഇനി സാജൻ സക്കറിയ അല്ലെ മറുനാടൻ സാജൻ ഇതുവരെ അതിനൊരു മറുപടി കൊടുത്തിട്ടില്ല. പക്ഷേ മറുനാടൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു ചാനലിനകത്ത് ഇവരെ അന്ന് ഇവിടെ ഹൗസ് വാമിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇവർ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഇവർ മറുനാടൻ സ്പെഷ്യലിനോട്, മറുനാടൻ ചാനലിനോട് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ ഞാനിവിടെ വെക്കാം. അപ്പോൾ അവർ രേണു സുധി യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അതെടുത്തുകൊണ്ട് വന്ന് ഇവർ ഷോർട്സ് 1-2 ഷോർട്സ് വീഡിയോ ഇട്ടത്. കാരണം അന്ന് നല്ലത് പറഞ്ഞ ആൾക്കാർ ഇന്ന് മാറ്റി പറയുന്നു എന്ന് ക്യാപ്ഷൻ കൊടുത്തിട്ടാണ് അവരിട്ടിട്ടുള്ളത്. എന്തായാലും ആ ഒരു 1-2 പാർട്സും 1-2 ക്ലിപ്പും കൂടെ ഞാനിവിടെ കാണിക്കാം. എങ്ങനെയുണ്ട് കണ്ടിട്ട്? കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇമോഷണലായി. കാരണം സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വീടാണിത്. ഞങ്ങളുടെ വീടല്ല, സൂചേട്ടൻ്റെ വീട്. KHDC തന്ന ഏറ്റവും വലിയ എന്താ പറയുക, സൂചേട്ടൻ്റെ ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു സ്വപ്നമാണ് പൂവണിയാൻ പോകുന്നത്. ഒരുപാട് ഹാപ്പി. പ്രത്യേകിച്ച് KHDCക്കും ഫിറോസിക്കായ്ക്കും അതിനുള്ള എല്ലാ അംഗങ്ങൾക്കും, എല്ലാവർക്കും, ഈ കൂട്ടായ്മ ചേരുന്ന എല്ലാവർക്കും, നമ്മുടെ കൂടെ ഉള്ള എല്ലാവർക്കും ഒരുപാട്. കണ്ടില്ലേ, എന്തൊരു വിനയം നോക്കണം, എന്തൊരു താഴ്മയോട് കൂടിയാണ് സംസാരിക്കുന്നത്. വീട് തന്ന ഇതൊരു സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു വീടാണ്, നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ല എന്നാണ് അതിനകത്ത് പറയുന്നത്. അന്ന് ഹൗസ് വാമിംഗ് നടന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന് മുമ്പ് കണ്ടെടുത്തൊരു ഇൻ്റർവ്യൂ ആണ്. മറുനാടൻ സ്പെഷ്യൽ, മറുനാടൻ TV ചാനൽ പീയൂഷാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പം സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു വീടാണ് കിട്ടിയത്. ഈ വീട് സമ്മാനിച്ച എല്ലാവർക്കും നമ്മളെ ഹൃദയം കൊണ്ടുള്ള നന്ദിയൊക്കെ അറിയിച്ചു. അതുപോലെ എന്ത് വിനയത്തോടെയാണ് ഈ രേണു, അതുപോലെ കാണാൻ നല്ല ഐശ്വര്യം ഉണ്ടായിരുന്നു അന്നൊക്കെ അല്ലേ. അപ്പം ഇന്ന് രേണുവിൻ്റെ ക്യാരക്ടർ നിങ്ങളൊന്ന് ഈ ഒരു വീഡിയോയും അതുപോലെ ഇപ്പോൾ ഉള്ള രേണുവിൻ്റെ ക്യാരക്ടർ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. അപ്പോൾ ഇത് മനഃപൂർവ്വം മാറിയതാണ്, മനഃപൂർവ്വം ബിഗ് ബോസിലോട്ട് പോകണം. ബിഗ് ബോസിൽ പോയി എന്തായാലും അവിടെ ഇതുപോലെ ഉറങ്ങിയിരിക്കാൻ പറ്റത്തില്ലല്ലോ, ഇതുപോലെ സെഞ്ചി അടിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവിടെ പോയി പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കോലാഹലങ്ങളും നാടകങ്ങളൊക്കെയാണ് ഇപ്പം കാണിച്ചു കൂട്ടുന്നതെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. എന്തായാലും ആള് ഭയങ്കരമായിട്ട് മാറിപ്പോയി കേട്ടോ. വിനയമൊക്കെ അപ്പം കണ്ടില്ല. ഇപ്പം ആ ഒരു കോലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമുക്കൊരു കണ്ടു കഴിഞ്ഞാൽ ഒരു ഐശ്വര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കോലം കണ്ടല്ലോ, മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്ത് ഇപ്പം കുറേ അവിടെ ഇവിടെയും കുറേ പിരിയോ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചു, കുറേ മുഖത്തൊക്കെ കുറേ കുമ്മായൊക്കെ വാരി അടിച്ചു. എന്നാലും രേണുവിൻ്റെ അച്ഛൻ തങ്കച്ചൻ ചേട്ടനും കൂടെ ഒരു കാര്യം പറയുന്നുണ്ട്, അതും കൂടെ നമുക്കൊന്ന് കാണാം. നല്ല ആരോഗ്യപരമായിട്ട് തന്നെയാണ് ഈ വീട്. മൗസൂദി പറയുന്നവർക്കടുത്ത് കൂടെ നിർത്തിക്കേണ്ട ഞാൻ പറയുന്നത്. ഇതിൻ്റെ KHDCയുടെ ചെയർമാനായിരിക്കുന്ന എന്താ പറയുക, ഞാൻ ഉള്ളുകൊണ്ട് പറയാം, പറഞ്ഞു പോയതല്ല, വളരെ നന്ദി. കാരണം ഒരാൾക്ക് കൊടുക്കുമ്പം അത് ഇത്ര ആത്മാർത്ഥത്തോടെ ചെയ്തല്ലോ. ഇവിടെ വന്ന പണിക്കാരോടെല്ലാം ഞാൻ പറയും, ഓരോ പണിക്കാരും പറയാത്ത കൂടി പറയും. അതുപോലെ അന്ന് മുതൽ ഇന്ന് വരെ ഈ സ്ഥലം തന്ന എന്ത് നല്ലൊരു മനുഷ്യനല്ലേ തങ്കച്ചൻ. നമ്മൾ അന്നത്തെ തങ്കച്ചനെ അല്ലല്ലോ നമ്മളിപ്പം ഈ അടുത്ത സമയത്ത് കണ്ടുകൊണ്ടിരുന്നത്. 1-2 ഇൻ്റർവ്യൂസിനും അതുപോലെ രേണുസുധിയുടെ യൂട്യൂബ് ചാനലിനകത്ത് നമ്മൾ കണ്ട തങ്കച്ചനേ അല്ലല്ലേ. എന്തൊരു നല്ല മനുഷ്യൻ, എന്തൊരു നല്ല വിനയം. അതുപോലെ പറഞ്ഞു കേട്ടില്ലേ, ഇത്രയും മനോഹരമായൊരു വീട് തന്നെ. അപ്പം നിങ്ങൾ ആ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോയി കാണും കേട്ടോ. അത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്തൊരു വീടാണ്, അതുപോലെ നല്ല ക്വാളിറ്റിയിലാണ് വീട് ഉണ്ടാക്കിയേക്കുന്നത്. ആ പണി ചെയ്യുന്ന സമയത്തെല്ലാം ഞാൻ അവിടെ ഉണ്ടായിരുന്നു, നല്ല രീതിയിലാണ് പണി ചെയ്തിട്ടുള്ളത്. ആ പണി തീരുന്നത് വരെ, ആ വീടിൻ്റെ പണി തീരുന്നത് വരെ അവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അതിനെ പറ്റിയിട്ടെല്ലാം നല്ല പൊക്കി നല്ല മേലെ കയറ്റുന്ന രീതിയിലൊക്കെയാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അതുപോലെ ഈ വീട് പണിഞ്ഞ് തന്ന ഫിറോസിനും അതുപോലെ ഈ വസ്തു കൊടുത്ത തിരുമേനിക്കും വേണ്ടിയിട്ട് 2 നേരം രാവിലെയും വൈകിട്ടും ഗുളിക കഴിക്കുന്ന പോലെ പ്രാർത്ഥിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം 3 നേരം വീഡിയോയിലും അതുപോലെ ഇൻ്റർവ്യൂസിലും വന്നിട്ട് ഇവരെ പറ്റിയിട്ട് ഇവരെ ശപിക്കുകയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
എന്തായാലും നിങ്ങൾ ആ ഇൻ്റർവ്യൂ കണ്ടിട്ടെങ്കിൽ ഉറപ്പായിട്ട് പോയി കാണുക. അപ്പം ഇതാണ് രേണുവിൻ്റെയും തങ്കച്ചിൻ്റെയും റിയൽ ഫേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുമോ ഇതിനെ പറ്റിയിട്ടൊക്കെ. ഈ കേരളത്തിൽ നടക്കുന്ന ഇതുപോലുള്ള സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു കോമഡി ആയിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുമോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുമോ, ഷെയർ ചെയ്യുമോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുമോ. അപ്പോൾ സീ യു ഗൈസ്.